അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നാമൊക്കെയും പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. എത്രമാത്രം ബനു ഇസ്രായേൽക്കാർ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ അക്രമങ്ങൾ ഏറ്റ് എത്രയോ പ്രയാസപ്പെട്ട് അല്ലാഹുവിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ എത്രയോ അക്രമങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നു. അവസാനമായി ധിക്കാരിയായ അവൻ്റെ അക്രമത്തിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേൽക്കാരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അതേ നൈൽ നദിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി ഫിർഔനിനെ ആ നൈൽ നദിയിൽ മുക്കി നശിപ്പിച്ച ചരിത്രങ്ങളൊക്കെയും നമുക്കറിയാം. അല്ലാഹു ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാമിനിക്ക് ആ രക്ഷ നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം ഒരു നഷ്ടമായിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേൽക്കാരെയും മൂസ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് അത് വലിയൊരു നിഅമത്താണ്. എന്തുകൊണ്ട് ഇത്രമാത്രം വലിയൊരു നിഅമത്ത്? അത്ഭുതകരമായ ഒരു വിഷയമാണല്ലോ. ഒരു നദി രണ്ട് ഭാഗമായി മൂസ നബി അലൈഹിസ്സലാമിനിക്ക് അവിടെ നിന്ന് പോകാനുള്ള വഴി അവിടെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒരു അത്ഭുതം മറ്റൊന്നുണ്ടോ? ഇത്ര വലിയൊരു സ്ഥാനങ്ങളൊക്കെയും മൂസ നബി അലൈഹിസ്സലാമിനിക്കുള്ള കിട്ടാനുള്ള കാരണം അതേ അവിടുത്തെ ആ ജീവിതമായിരുന്നു. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ആ ജീവിതമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നത് കാണാം. മൂസ നബി അലൈഹിസ്സലാം ആ നൈൽ നദിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത ആ സമയത്ത് കൊണ്ടുണ്ടായിരുന്ന ദിക്റിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് ആ ചൊല്ലിയ ദിക്ർ അത് വല്ലാത്തൊരു അത്ഭുതകരമായ ദിക്റായിരിക്കാം. കാരണം ആ ദിക്റിന്റെ പ്രതിഫലം കൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേൽക്കാരെയും രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അവിടെ നിന്ന് ആ ചൊല്ലിയ ദിക്റിനിക്ക് വലിയ മഹത്വമുണ്ട്. അത് നമ്മളൊന്ന് പതിവാക്കിയാൽ, നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ധാരാളം മഹത്വങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന സൂചനയോടുകൂടെ മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അലായു അല്ലിമുകുമുൽ കലിമാത്തില്ലത്തി, ഞാൻ ചില കലിമത്തുകൾ, ചില ദിക്റുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെയോ? മുത്തുനബി ചോദിക്കുകയാണ്. തകല്ലമ ബിഹാ മൂസ അലൈഹിസ്സലാം, ഈ കലിമത്തുകളൊക്കെയും മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. ഹീന ജാവസൽ ബഹ്റ ബിബനി ഇസ്രായീല, ബനി ഇസ്രായേൽക്കാരെ കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം നൈൽ നദി വിട്ടുകിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചൊല്ലിയതായ ദിക്റാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സ്വഹാബാക്കൾ പറയുന്നു, ഫഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, അവിടുന്ന് പറഞ്ഞു തരണം, കാരണം അത് വല്ലാത്തൊരു ദിക്റായിരിക്കാമല്ലോ. സ്വഹാബാക്കൾക്ക് വളരെ ആവേശത്തോടു കൂടെ മുത്തുനബിയോട് പറയുന്നു, അതൊന്ന് പറഞ്ഞു തരും നബിയെ. അവിടുന്ന് മുത്തുനബി പറയുന്നു, അവിടുന്ന് പറഞ്ഞ വാക്കുകളാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വ ഇലൈക്കൽ മുസ്തഖു വ അൻതൽ മുസ്തആനു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്നുള്ള ദിക്റാണെന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ചൊല്ലിയതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വലിയ മഹത്വമേറിയ ഒരു ദിക്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്ർ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എന്നാണോ മുത്തുനബിയിൽ നിന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടത്, ഈ ദിക്റുകളെ കേട്ടത്, എനിക്ക് വളരെ ആവേശമായിരുന്നു ആ കേൾക്കൽ. എനിക്ക് മനസ്സ് തട്ടിയിട്ടാണത് ഞാൻ കേട്ടത്. അതിൻ്റെ ശേഷം ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയത്തും എൻ്റെ ഒരു നിത്യജീവിതത്തിലെ ദിക്റായിരുന്നു ഈ ദിക്ർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത് കാണാം. നോക്ക്, മുത്തുനബിയിൽ നിന്ന് ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് എത്രമാത്രം ഗൗരവത്തോടു കൂടെ സ്വഹാബാക്കൾ സ്വീകരിക്കുകയാണ്. കാരണം അവർക്കറിയാം മുത്തുനബി വെറുതെ എന്തൊക്കെയോ തോന്നിയത് പറയുകയല്ല, നമ്മുടെ വിജയത്തിനിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് മുത്തുനബി സൂചിപ്പിക്കുക. അതുകൊണ്ട് എനിക്കിത് വേണമെന്ന് അവർ വളരെ നിർബന്ധത്തോടു കൂടെ അവർ അതിനെ സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യാണ്. അപ്പോൾ അതുപോലെ
അതുപോലെ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ദിക്റുകൾ മുത്തുനബിയിൽ നിന്ന് പറഞ്ഞു എന്ന് നാം കേൾക്കുമ്പോൾ നാം സ്വീകരിക്കണം. അതേ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം നൈൽ നദിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് അവിടുന്ന് ചൊല്ലിയതായ ഈ ദിക്റുകൾ നമ്മുടെയും ജീവിതത്തിൻ്റെ നിത്യ ദിക്റാകണം, എന്നും ചൊല്ലിക്കൊണ്ടിരിക്കണം. വലിയ മഹത്വമുണ്ട്. മുത്തുനബിയാണ് പഠിപ്പിച്ചത്. തീർച്ചയായും അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. അതിൻ്റെ ബർക്കത്തുകളൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലക്ക് നല്ല നിയത്തോടുകൂടെ ചെല്ലിയാൽ അതിൻ്റെ എല്ലാ ബർക്കത്തുകളും നമ്മൾക്കും കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദായിമയാക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.